ഓമപ്പൊടി അല്ലെങ്കിൽ സേവ് മിക്സ്ചറിലൊക്കെ നമ്മൾ ഇത് ചേർത്താണ് തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് 2 കപ്പ് കടലമാവിൽ 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. കട്ടയില്ലാണ്ട് കിട്ടാനായിട്ടാണ് അരിച്ചെടുക്കുന്നത്. സ്വാദിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല കുറച്ച് കട്ടിയും ഈ കട്ടി മതി. ഒരുപാട് കട്ടിക്ക് കുഴയ്ക്കുന്നതിൽ നല്ലത് ഇതുപോലെ കുഴച്ചെടുക്കുന്നതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ വരെ നല്ല ചൂട് എണ്ണ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് ഓമപ്പൊടിയുടെ നല്ല സേവ് തയ്യാറാക്കുന്ന അച്ചിൽ ഇതുപോലെ മാവ് നിറച്ച് നല്ല ചൂട് എണ്ണയിൽ വേണം പിഴിഞ്ഞിടുക. ഇതുപോലെ ചുറ്റിച്ചങ്ങ് പിഴിഞ്ഞ് എത്രയാണ് എണ്ണ വെച്ചിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. ഒന്ന് ഒച്ച അടങ്ങി കഴിയുമ്പോൾ തിരിച്ചിടുക. അതിൽ ഒച്ച മൊത്തമായിട്ട് അടങ്ങി തീർന്നതിന് ശേഷം കോരി മാറ്റി എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഓമപ്പൊടി നമുക്കിതുപോലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതിനധികം വേവും കാണത്തില്ല. നല്ല ചൂട് എണ്ണയിൽ വേണം നമ്മൾ അടുത്ത ബാച്ചാണെങ്കിലും പിഴിയാനായിട്ട്. ഇതുപോലെ എല്ലാ ബാച്ചും വറുത്തെടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എരിവ് വേണം എന്നുള്ളവർക്ക് എരിവ് ഇതിൽ തന്നെ ചേർത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കുകയും ചെയ്യാം. എത്ര ക്രിസ്പിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇത് പൊടിച്ചാണ് നമ്മൾ മിക്സ്ചറിലൊക്കെ ചേർക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.